താന്നി മുക്കിൽ നമ്മൾ മുറങ്ങക്കാവ് വഴി കുട്ടിക്കട ഗേറ്റ് കഴിഞ്ഞ് തട്ടാമലയ്ക്ക് പോകാനുള്ള ടാസ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് റൈഡാണ്, അല്ല നൈറ്റ് ലൈഫ്. അപ്പോൾ നമ്മുടെ ഗ്രാമത്തിലെ നൈറ്റ് ലൈഫാണ് ഈ കാണിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ ഇല്ല റോഡിൽ. സ്ട്രീറ്റായിട്ടൊക്കെ നല്ല വൃത്തിയായ മണ്ണം കടത്തി കിടക്കുന്നുണ്ട്. വെട്ടമുണ്ട്, റോഡിൽ റിഫ്ലക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കം ചില വാഹനങ്ങൾ മാത്രം വരുന്നത്. ഞങ്ങൾ വളരെ സമാധാനമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ ചെറിയ ചെറിയ ഹോട്ടലുകളും തട്ടുകടകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവിടെ നമ്മുടെ താമരയ്ക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ഇതൊരു ചെറിയൊരു കടയാണ്. തട്ടാമലയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവുന്നതാണ് എൻ്റെ ഭാര്യ പറഞ്ഞത്. അപ്പോൾ അവളുടെ അഭിപ്രായ പ്രകാരമാണ് രാത്രിയിൽ ആളാണ് വണ്ടി ഓടിക്കുന്നത്. നീനാമോള്, ഇത് പഴയൊരു ബസ്സാണ് ഇവിടുത്തെ നീനാമോള്. വയനാട് നിന്ന് വെള്ളിമൺ വരെ പോകുന്നൊരു ബസ്സാണ്. റൈഡറാണ്, അങ്ങനെ നീണ്ട യാത്രയെ കഴിഞ്ഞ് തട്ടാമല പള്ളിമുക്കെല്ലാം കവർ ചെയ്ത് വന്ന് ബാടിയിലെത്തിയിട്ടുണ്ട്. ബാടിയിൽ ജോസഫി ഏട്ടൻ്റെ കട്ടുകടയിലാണ് ഇപ്പോൾ എത്തിയത്. മനസ്സിൽ പിടിച്ചിട്ട് ഇവിടുന്ന് കഴിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. ഞങ്ങളടുത്ത് ചെന്നിട്ടൊന്നും നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു അമൂർ ഫ്രൈയും പറഞ്ഞ് ദോശയൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് കിട്ടുമായിരിക്കും സമയത്തിന്. ടേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ആരൊക്കെ കഴിച്ച പ്ലേറ്റൊക്കെ ആയിരിക്കും. ഞങ്ങൾ തൊട്ടിട്ടില്ല. അവർ പറഞ്ഞുകൊണ്ട് പോകാനെങ്കിൽ സീറ്റ് പിടിച്ചു. ഇവിടെ ഭയങ്കര തിരക്കാണ്, ഫുള്ള് ക്രൗഡാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ഥലം കിട്ടിയടുത്ത് പിടിച്ചതാണ്, ഇരിക്കുകയാണ്. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ട് ബാക്കി ഇത് കഴിക്കാം. അങ്ങനെ നമ്മൾ ജോസഫ് ഏട്ടൻ്റെ തട്ടുകടയിൽ നിന്ന് നല്ല സൂപ്പർ അമൂർ കുഞ്ഞാണ്, കുഞ്ഞെന്ന് പറഞ്ഞാൽ 1 കിലോ വരും. ആ അമൂർ ഫ്രൈയും ദോശയും ഇനിയിപ്പോൾ ചമ്മന്തി സംഭവം ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സിംഗിൾ ഓംപ്ലേറ്റ് കൂടെ വരും. അപ്പോൾ കഴിച്ചിട്ട് ബാക്കി കഥ പറയാം.